രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് കരുതി അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. അത് അവസാനിക്കണമെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലാണ് പ്രശ്നം പോകുന്നത്. അതിൽ പരാതി ലഭിച്ചോ എന്ന ചോദ്യത്തിനൊന്നും സത്യത്തിൽ പ്രസക്തിയില്ല. അവർ വന്ന് തുറന്ന് പറയുകയാണ്. പക്ഷെ ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തെ വല്ലാതെ അങ്ങ് ഉലച്ചു കളയുകയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി കോൺഗ്രസിന്റെ ഭാവി എന്ത്? സത്യത്തിൽ VD സതീശൻ എന്ന് പറയുന്നത് പിതൃസ്ഥാനത്ത് നിന്ന് തിരുത്തുന്ന ഒരു വ്യക്തിയായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് നമുക്ക് നിലമ്പൂർ ഇലക്ഷൻ സമയത്ത് PV അൻവറിന്റെ വീട്ടിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെയും ചെറിയ കുട്ടിയല്ലേ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന ലാഘവത്തോടു കൂടിയാണ് ആ പ്രശ്നം വരെ VD സതീശൻ കൈകാര്യം ചെയ്തത്. പക്ഷെ അങ്ങനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രശ്നത്തിലല്ല ഇന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു നേതാവ് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഉത്തരം പറയാൻ ഉണ്ട്. എല്ലാവർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ട്. അത് ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ കക്ഷി എല്ലാം ഉള്ളിൽ തന്നെ ആണെങ്കിലും ഓരോ ഇൻഡിവിജ്വലിനും ഓരോ വീക്ഷണങ്ങളുള്ള പ്രശ്നമാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കാഴ്ചപ്പാടാവില്ല ചേട്ടൻ ആ വിഷയത്തിൽ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭരണം കൊതിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് കൊടുത്തൊരു അടിയാണിത്. അല്ല മീര, ഇതിനകത്ത് ഒരു രാഹുൽ മാങ്കൂട്ടമൊന്നും അല്ല കേരളത്തിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ഒരു പൊതുകാര്യ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ. അങ്ങനെയൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാവിയൊന്നും കൂമ്പി അടഞ്ഞു പോകാനൊന്നും പോകുന്നില്ല. അത് നമ്മൾ സ്ത്രീത്വത്തെ സർവാത്മന എല്ലാ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഒരു തെറ്റ് കാണിച്ചു എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കാണിച്ച ആർജവം വളരെ വലുതാണ്. കാര്യം കോൺഗ്രസ് എന്ന പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു ഇത്തരത്തിലൊരു വ്യക്തിപരമായി അങ്ങനെ രാഹുൽ മാങ്കൂട്ടം തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കാണിച്ച തെറ്റാണ്, അതിന്മേൽ നടപടി എടുക്കണമെന്ന് കോൺഗ്രസിന് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിലേക്ക് നമുക്ക് അത് മറ്റൊരു വിഷയമായതുകൊണ്ട് നമ്മളത് കടക്കുന്നില്ല. പക്ഷേ അതിൽ മേലൊരു നടപടി ശരിയായ നടപടിയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് രാജിവെപ്പിച്ചു. അത് കോൺഗ്രസിന് പൊതിഞ്ഞു പിടിക്കേണ്ട കാര്യമില്ല എന്നാണ് ഈ ജിൻഡോ ജോണിനെ പോലെയുള്ള നേതാക്കളൊക്കെ തന്നെ അല്പം മുമ്പ് അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ആ ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ചോദിച്ചിരുന്നത്. തീർച്ചയായിട്ടും. അല്ല, പ്രസ്ഥാനത്തിന് ഇപ്പൊ എല്ലാ ഇൻഡിവിജ്വലിന്റെയും കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. പാർട്ടിക്കകത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു പാർട്ടിയുടെ സമയം, പാർട്ടിയുടെ ജോലി എന്ന് വെച്ചാൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിനേക്കാൾ അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്. അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ അറിയാം, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പൂർണ്ണമായി ബോധ്യമുള്ള ഒരാളാണ്. അങ്ങനെ പൂർണ്ണമായ ഒരു ബോധ്യമുള്ള ഒരാൾ ഈ തെറ്റ് കാണിച്ചു എന്നുണ്ടെങ്കിൽ ആ തെറ്റ് പാർട്ടി ചെയ്യേണ്ട നടപടി, അദ്ദേഹം ഒരു സംഘടനയിലുണ്ട്, ആ സംഘടനയിൽ നിന്ന് മാറ്റേണ്ടത്. ഇനി നടപടികൾ അദ്ദേഹത്തിന് മേലുണ്ടാകുന്ന ആസ് എ ഇൻഡിവിജ്വൽ അദ്ദേഹമാണ് ചെയ്തു തീർക്കേണ്ടത്. അത് ആരോപണമാണ്. അതെ, അല്ലെങ്കിൽ അത് ഒരു പ്രശ്നമാണ്. അത് പാർട്ടി ഇനി പൊതിഞ്ഞു പിടിക്കാൻ പോകില്ല. അതാണ് അവർ പറയുന്നത്, കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ രാജി. പക്ഷെ ഇപ്പോഴും ഒരു പക്ഷം നേതാക്കൾ അല്ലെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു രാജിയുണ്ട്. തെറ്റ് പറ്റിയത് പാലക്കാടിനാണ് എന്ന് പറഞ്ഞ് പോസ്റ്റർ വരെ അതൊക്കെ ബൈ പൊളിറ്റിക്കലി ഉള്ളതാണ്. അത് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പിന്നെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, രാജിവെച്ചു. അതേ MLA സാറിന് രാജിവെച്ചോ? ഇല്ലല്ലോ. പിന്നീട് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി വീണ്ടും മന്ത്രിയായല്ലോ. അത് ചരിത്രമുള്ളൊരു സ്ഥലമല്ലേ ഇത്? എന്താ അതിനെക്കുറിച്ച് ആർക്കൊന്നും പറയാനില്ലേ? ശശീന്ദ്രൻ ചെയ്തില്ലേ? മുകേഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു MLA ഉണ്ടല്ലോ, എന്തേ മുകേഷിൻ്റെ MLA സ്ഥാനം രാജിവെച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ DYFI കുറേ സമരമൊക്കെ നടത്തും. പിന്നെ നേതാക്കൾക്ക് ചിരിച്ച് പരിഹസിക്കാനൊരു കാരണമാവും. കാര്യം ഇതിലൊന്നുമില്ല. കാര്യം ഇവരൊക്കെ തന്നെ ആരോപണത്തിനൊക്കെ വിധേയരൊക്കെ തന്നെയാണ്. ഇവരാരും മാന്യന്മാരൊന്നുമല്ല. അത് നമ്മൾ ഈ പറയുന്ന പോലെ, നമ്മൾ ഈ സംസാരത്തിൽ അല്പം പറഞ്ഞ പോലെ, അത് മറ്റൊരു വിഷയമാണ്. അത് എണ്ണം പറഞ്ഞ് നേതാക്കളുടെ പേര് നമുക്കിവിടെ പറയാൻ പറ്റും. അതിലൊന്നും ആരും പാതിവൃത്യമൊന്നും ആരും ചമയേണ്ട. അതെ, രാഷ്ട്രീയമാണ്. അപ്പോൾ ഇതിൽ രാഹുലിനെതിരെ ഉണ്ടാകാൻ പോകുന്ന അവരുടെ പാർട്ടിയിലെ ഒരു വിഷയമെന്ന് പറയുന്നത്, രാഹുലിനെതിരെ ശക്തമായിട്ടുള്ള പാർട്ടിതല നീക്കം വേറെ ഉണ്ടാകും. കാര്യം ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് നീക്കിയെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റൊന്നും കൊടുക്കാനുള്ള സാധ്യതയില്ല. അല്ല, ജനങ്ങൾക്കിടയിൽ ഒരു പ്രശ്നക്കാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞതാ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചർച്ചയിലൂടെ ജനമനസ്സുകളിലേക്ക് പടിപടിയായി കയറി വന്ന, മാധ്യമങ്ങളിലൂടെ വളർന്നു വന്ന ഒരാളാണ്. എന്നിട്ട് മാധ്യമം തന്നെ കൊണ്ടിട്ട് അത് ആ പ്രവൃത്തി കൊണ്ടാണ് ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹം വളരെ ശുഭിതനായിട്ടാണ് ആ പത്രസമ്മേളനം വരെ നടത്തിയത്. അല്ല, ഞാൻ എപ്പോ രാജിവെച്ചു പറയൂ, സമയം പറയൂ എന്നാണ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത്. രാജിവെച്ചതിന് ശേഷമാണ് വന്നിന്ന് ആ വാചകമെല്ലാം പറയുന്നത്. എന്നിട്ട് പോകാൻ നേരത്താണ് പറഞ്ഞത് ഞാൻ രാജിവെച്ചു എന്ന്. കാര്യം രാജിവെക്കാൻ മേളിൽ നിന്ന് AICCയിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. AICCയിൽ ഒരു പരാതി ലഭിച്ചു എന്ന വാർത്ത നമ്മൾ പറയാതെ പോകരുത്. തീർച്ചയായിട്ടും അത് നമ്മൾ പറയേണ്ടതാണ്. AICCയിൽ പഴയ ഒരു MP യുടെ മകൾക്കെതിരെ
അത് ആ പരാതി ഇപ്പോൾ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളത് നേരത്തെ തന്നെ നമ്മളിവിടെ നമ്മുടെ ഡെസ്കിലൊക്കെ നമ്മളത് സംസാരിച്ചാണ്. നമ്മൾ ബൈ അൺഒഫീഷ്യലി നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ്. അതിനൊന്നും തെളിവുകൾ നമ്മുടെ അടുത്തില്ല, അതുകൊണ്ട് തന്നെ അതൊന്നും പുറത്ത് പറയാൻ. പക്ഷേ ഇതിനകത്ത് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരമായി വരുന്നത്, ജനം ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെയല്ല കണ്ടത്. രാഹുൽ മാങ്കൂട്ടം എന്ന നേതാവിനെ പൊളിറ്റിക്കലി എതിർത്തിരുന്ന പൊതുജനം പോലും അയാളിൽ ഒരു നല്ല നേതാവുണ്ട്, ഒരു തീപ്പൊരിയുണ്ട്, ഒരു കനൽക്കട്ടയുണ്ട് എന്ന് കരുതിയവരാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഒരു ശൗര്യമുള്ള നേതാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരന് നിയമസഭയിൽ നഖശികാന്തം എതിർത്തൊരു നേതാവ് രാഹുൽ നിയമസഭയിൽ വരണം എന്ന് ഒരു വേള ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ തന്നെ നിറം കെടുത്തക്ക രീതിയിലാണ് രാഹുൽ രാഹുലിന്റെ പ്രവർത്തികൾ രാഹുൽ കൊണ്ട് എത്തിച്ചത്. കാര്യം അദ്ദേഹം ഒരു MLA കൂടെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ പല നേതാക്കളുമായി സംസാരിച്ചപ്പോൾ പലരും പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ തിരുവല്ലത്ത് PJ കുര്യൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു, ബ്ലോക്ക് തലത്തിലെങ്കിലും നിങ്ങൾ പാർട്ടി നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കണം, അങ്ങനെ പടിപടിയായിട്ടാണ് തദ്ദേശ ഇലക്ഷനിലേക്ക് നമ്മൾ നേരിടേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അതിനെയൊക്കെ വളരെ അസഹിഷ്ണുതയോടെയാണ് രാഹുൽ നേരിട്ടത്. അങ്ങനെ പറയേണ്ടതില്ല. ഇപ്പോൾ പത്തനംതിട്ടയിൽ എന്തോ പ്രവർത്തകർ അടി വാങ്ങി ആ കോൾ എനിക്ക് വന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചത്. ഒരു പുച്ഛഭാവത്തോടെ ദ്വയാർത്ഥ പ്രയോഗത്തോടെ ഒക്കെയാണ് സംസാരിച്ചത്. അന്ന് പല നേതാക്കളും നമ്മുടെ ജോലിയുടെ ഭാഗമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത്, മുതിർന്ന നേതാക്കൾ ഇരിക്കുന്ന വേദിയിൽ തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ രാഹുലാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് ഈ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ തിരിച്ചത്. കാര്യം രമേശ് ചെന്നിത്തലയെ വരെ അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗത്തോടെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണം നടത്തിയത് തീർച്ചയായും സണ്ണി ജോസഫ് പറഞ്ഞത് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ്. അല്ല, സണ്ണി ജോസഫിന്റെ കാര്യം നമ്മളിവിടെ പറയേണ്ട. സണ്ണി ജോസഫ് ഒരു ന്യൂട്രൽ ഗെയിമാണ് ഈ സമയം വരെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ VD സതീശൻ വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുത്തു. കാര്യം എല്ലാവരും VD സതീശനെ കുറ്റം പറയുന്നതിലേക്ക് പോകുമ്പോഴും അദ്ദേഹം ഈ പറയുന്ന രാഹുലിന് വേണ്ടി ഒരുപാട് പഴി കേട്ടിട്ടുള്ളതാണ്. രാഹുലിനെ വളർത്തിയതാണ്, അദ്ദേഹമാണ് ഇത്രയും ആക്കിയത്, രാഹുലിന്റെ അഹങ്കാരത്തിന്റെ പുറകിൽ അദ്ദേഹമാണെന്നൊക്കെ പറയുമ്പോഴും ഈ വാർത്ത വന്നതിന്റെ പുറകിൽ രാഹുൽ തെറ്റ് കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നടപടി എടുക്കുമെന്ന് VD സതീശൻ ഉറപ്പിച്ചു പറഞ്ഞു. അത് നമുക്കിവിടെ പറയേണ്ട കാര്യമാണ്. മണിക്കൂറുകൾക്കുള്ളിൽ VD സതീശൻ ഇടപെട്ട ആ രാജി ഉണ്ടായത് സതീശൻ ഇടപെട്ട് തന്നെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അദ്ദേഹം കൂടെ നിർത്തിയെന്നുണ്ടെങ്കിൽ തെറ്റ് കാണിച്ചു. കാര്യം ആ കാര്യത്തിൽ ഇൻവോൾവ് ആയ പെൺകുട്ടി എനിക്ക് മകളെപ്പോലെയാണ് എന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും സതീശനെതിരെ ഇനി ആരോപണങ്ങൾക്ക് വലിയ ശക്തിയില്ല. സതീശനൊപ്പം നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവിനെ തെറ്റ് കാണിച്ചു എന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി നിലപാടെടുത്തു. അതിൽ സതീശനും വ്യക്തമായ നിലപാട് എടുത്തു എന്നുള്ളതാണ് ഈ രാജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനോട് പൊതുജനത്തിനുണ്ടായിരുന്ന ഒരു മതിപ്പ്. അത് അദ്ദേഹമായിട്ട് ഇട്ടുടച്ചു. അത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല.